എൻ്റെ ആൻറ്റി, ഇത് എന്തൊരു ടാലൻ്റ് ആൻറ്റിക്ക്! എന്തൊരു തമാശ ആൻറ്റി പറയുന്നത്! സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആൻറ്റി പറയുന്ന തമാശകളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നിട്ടേ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലുണ്ടല്ലോ, ആൻറ്റി ഏത് ലെവൽ വരെ എത്തുമെന്ന് അറിയാമോ? എന്തൊരു കഴിവാ ആൻറ്റിക്ക്! ആണോ? ഓ, അങ്ങനെ തന്നെയാ മോളെ. എനിക്ക് നല്ല സാമർഥ്യമാണ്, എനിക്ക് നല്ല കഴിവാണ്. അല്ല മോളെ, എപ്പോഴാ അത്? എന്താ ആൻറ്റി? അല്ല, ഇതൊക്കെ എൻ്റെ കഴിവുകളെ. അത് ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഓ, അതോ, അതുടനെ ചെയ്യാം ആൻറ്റി, നമുക്ക് ഉടനെ ചെയ്യാം. അയ്യോ, എൻ്റെ ഒരു കഴിവുകൾ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ, എന്താണ് നമ്മുടെ ശ്രുതി നമ്മുടെ ചന്ദ്രമതിയെ നന്നായിട്ട് പൊക്കി കൊണ്ടുപോവുകയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി എപ്പോഴാണ് എന്തോ പടമെന്ന് പറഞ്ഞ് നിലത്തിടുന്നത്. എന്തായാലും നമ്മുടെ ചന്ദ്രമതിയായിട്ട് എന്താണ് ചന്ദ്രമതിക്ക് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഴിവുകളും ഗുണക്കേടുകളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി പൊക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങണ്ടേ? അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പം നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെമ്പനീർ പൂവിൻ്റെതാണ്. 21-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ചന്ദ്രമതി മുറിയിലിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു, അയ്യോ മോളെ, പിന്നെ എന്താണ്, വിശക്കുന്നുണ്ടല്ലോ എനിക്ക് നന്നായിട്ട്, മോക്ക് വിശക്കുന്നില്ലേ? ഞാൻ പോയി അവള് ഭക്ഷണം വല്ലതും ഉണ്ടാക്കിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. ഓരോന്നിൻ്റെയും അടപ്പ് പാത്രങ്ങളൊക്കെ പൊക്കി നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. നോക്കുമ്പോഴത്തേക്ക് ഒരു കുന്തം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ചന്ദ്രമതി പറയുന്നത്, ഇവള് മനഃപൂർവ്വം തന്നെയാണ് ഒന്നും ഉണ്ടാക്കാതിരുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവൾ അതിൻ്റെ ആ ഒരു എന്താണ് വഴക്കു പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് തീർത്തത് മാത്രമാണ്. അതുകൊണ്ട് അവൾ മനഃപൂർവ്വം വെക്കാതിരുന്നതാണ്. ഇന്ന് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നേരെ പോവുകയാണ്. നമ്മുടെ രേവതിയുടെ ബെഡ്റൂമിലേക്കാണ് ചെല്ലുന്നത്. ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്, ചൂടി പുതച്ച് മൂടി ഇങ്ങനെ കിടക്കുകയാണ് സാരി തുമ്പ് വെച്ചിട്ട്. അപ്പോൾ ചന്ദ്രമതി ചെന്നിട്ട് ചോദിക്കണേ, എടി എന്നിങ്ങനെ വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി പേടിച്ച് പോവുകയാണ്. ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, എന്താടി, എന്താ നീ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്? എന്താ അമ്മേ? എടി, ഇവിടെ ഭക്ഷണം കഴിക്കണ്ടേ? ഇവിടെ എല്ലാവർക്കും വിശക്കൊന്നും നിനക്കറിയില്ലേ? അപ്പോൾ ഉടനെ ഇങ്ങനെ രേവതി ഒന്നും മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എന്താടി നീ ഇന്ന് ആഹാരമൊന്നും ഉണ്ടാക്കഞ്ഞത്? നീ മനഃപൂർവ്വമല്ലേ എന്നെ പട്ടിണിക്കിട്ടത്? അപ്പോൾ ഉടനെ രേവതി പറയണ, അല്ലമ്മേ, മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തതല്ല. എനിക്ക് തീരെ വയ്യമ്മേ. നിനക്ക് എന്താ അസുഖം? എനിക്ക് ദേഹം മുഴുവനും വേദനിക്കുന്നമ്മേ, എനിക്ക് പറ്റില്ല. പറ്റില്ലെന്നോ? എഴുന്നേക്കടി, എടി എഴുന്നേക്കാൻ. എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് ഇത്തിരി ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ സുഖക്കേടുകളെല്ലാം മാറിയിട്ടാണോ? വേഗം അടുക്കളയിലേക്ക് ചെല്ല്, പോയിട്ട് ചോറും കറികളൊക്കെ ഉണ്ടാക്ക് എന്നിങ്ങനെ പറയണ്. അപ്പോൾ രേവതി പറയണ, അമ്മേ എനിക്ക് തീരെ വേണ്ട, വയ്യാന്നൊരു വാക്ക് പറയണ്ട, നിനക്ക് ഒരു അസുഖവും ഇല്ല, നീ മനഃപൂർവ്വം കാണിക്കുന്നതാണിത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി ചോദിക്കണേ, എന്താ ആൻറ്റി, എന്താ കുഴപ്പം? ഇവളുണ്ടല്ലോ മോളെ, നമ്മളാരും വിചാരിച്ച കണക്കൊന്നുമല്ല. ദേ സച്ചി 2 ദിവസം ഇവളോട് മയത്തിന് പെരുമാറിയല്ലുണ്ടല്ലോ, ഇവൾ ഇതിനപ്പുറം കാണിക്കും. ഇവള് മനഃപൂർവ്വം ഒന്നും വെക്കാണ്ട് കിടന്നതാണ്, നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. വേഗം അടുക്കളയിലേക്ക് ചെല്ലടി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒപ്പം നമ്മുടെ ശ്രുതിയുണ്ട്. അപ്പോൾ ശ്രുതി ചന്ദ്രമതിയോട് പറയണ, അല്ല ആൻറ്റി, എനിക്ക് തോന്നുന്നത് രേവതിക്ക് ശരിക്കും വയ്യാന്ന് തന്നെയാണ്. അവളുടെ മുഖം കണ്ടാൽ ശരിക്കും അസുഖമുള്ളതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. അയ്യോ എൻ്റെ മോളെ, നീ അതൊന്നും ഉണ്ടാക്കണ്ട. രേവതിക്ക് കേൾക്കാം കേട്ടോ ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. മോളിതൊന്നും ഉണ്ടാക്കണ്ട, എൻ്റെ മോൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അവൾക്ക് അതിനു വേണ്ടി അസുഖമൊന്നുമില്ല. ഇപ്പം മോള് നേരെ ചെന്ന് അടുക്കളയിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്നും മോളെ അവൾ അടുക്കളക്കാരിയാക്കും. മോളിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, അവളുണ്ടാക്കട്ടെ. അവൾക്കുള്ള അഹങ്കാരമാണ്. സച്ചി എന്തിനും കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് അവൾ ഈ കാണിക്കുന്നത് മുഴുവനും. അല്ലാതെ അവൾക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എൻ്റെ മോള് മുറിയിൽ പോയി AC ഇട്ട് അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അല്ലാതെ മോൾ ഇവറ്റക്ക് വേണ്ടിയിട്ടൊന്നും വെച്ചുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. മോൾ അവളോട് മിണ്ടാനേ പോവണ്ട. മോളുടെ റേഞ്ചിലുള്ള ആളേ അല്ല അവള്. അവളുടെ റേഞ്ച് എവിടെ ഇരിക്കുന്നു, മോളുടെ റേഞ്ച് എവിടെ ഇരിക്കുന്നു? അവളെ വെറും പൂകെട്ടുകാരിയാണ്. അതേസമയം മോളാണെങ്കിലോ
കോടീശ്വരനായ മലേഷ്യയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരനായ അച്ഛൻ്റെ ഒരേ ഒരു മോളാണ്. അപ്പോഴേ അത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. അവളെടുത്ത് ആവശ്യമില്ലാതെ ഒന്നിനും പോവരുത് കേട്ടോ മോളെ. അപ്പോൾ ശ്രുതി വല്ലാണ്ടാവാണ്. ശ്രുതിക്കറിയാമല്ലോ അതിന് രേവതിക്ക് പറയത്തക്ക ഒരു പൂകെട്ടൽ ജോലിയെങ്കിലും ഉണ്ട്, പാരൻസും ഉണ്ട് നല്ല രീതിയിലുള്ളത്. പക്ഷേ ഈ പറയുന്ന ശ്രുതിക്ക് അതൊന്നുമില്ല. ഒരു പാവം പിടിച്ച അമ്മയും അതുപോലെ ഒരു മകനും വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം പോലും ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി പറയുന്നത്, എന്താ മോളെ ചെന്ന് മുറിയിൽ പോയി റെസ്റ്റ് എടുക്കും, ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ രേവതിക്ക് എഴുന്നേക്കാൻ വയ്യ. പാവം എങ്ങനെയെങ്കിലുമൊക്കെ എഴുന്നേക്കാണ്. സാരിത്തുമ്പ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി മെല്ലെ മെല്ലെ പിടിച്ചെഴുന്നേക്കാണ്. കാരണം ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ ദേഹം മുഴുവൻ നല്ല വേദനയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രേവതിക്ക് ഒട്ടും നടക്കാനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ചുമയും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അടുക്കളയിലേക്ക് ചെന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുകയാണ്. പച്ചക്കറികളൊക്കെ വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് കട്ടിംഗ് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വയ്ക്കാനായിട്ട് അരിക്കലം എടുക്കുകയാണ്. അരിക്കലം എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അരിയില്ല. നമ്മുടെ ചന്ദ്രമതി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ രേവതിയോട് അരിക്കലത്തിൽ തൊട്ടു പോകരുതെന്ന്. അപ്പോൾ പിന്നെ രേവതിക്ക് അരിക്കലത്തിൽ തൊടാൻ നിവർത്തിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ രേവതി ആലോചിക്കണം, ഇനിയിപ്പോൾ എങ്ങനെ അരി എടുക്കും? ഒരു കാര്യം ചെയ്യാം, ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് അരി എടുത്ത് തരാൻ പറയാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ മേലോട്ട് വലിഞ്ഞു പിടിച്ച് കയറുകയാണ് മുറിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ സമയത്തിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ ശ്രുതിയും കൂടി ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരി. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി അതിനപ്പുറം ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കണേ, എന്താ മോളെ ഇങ്ങനെ ചിരിക്കുന്നത്? ആൻറ്റിയുടെ കഴിവുകളെ ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് ആൻറ്റി. എന്തൊരു തമാശയാണ് ആൻറ്റി പറയുന്നത്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറഞ്ഞു, ആണോ ആൻറ്റി പറഞ്ഞത് മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇല്ലാതെ ആൻറ്റി എത്ര ഇതായിട്ട് ആൻറ്റി തമാശ പറയുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ആൻറ്റി പറയുന്ന ഈ തമാശകളൊക്കെ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് വച്ചിട്ട് അത് ഏതെങ്കിലും ചാനലിനൊക്കെ അയച്ചു കൊടുത്താലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയൊക്കെ ചെയ്താലുണ്ടല്ലോ ആൻറ്റിക്കുണ്ടല്ലോ അവാർഡ് കിട്ടും. അത്ര സൂപ്പറാണ് ആൻറ്റിയുടെ കോമഡികൾ കേൾക്കാനായിട്ട്. ആണോ മോളെ? എന്ത് ചെയ്യാനാ, രവിയേട്ടൻ്റെ കൂടെ കൂടിയപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ കഴിവുകളും നശിച്ചു പോയി മോളെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. രേവതിക്ക് തീരെ വയ്യ. അപ്പോൾ രേവതി രേവതിയെ കാണുമ്പോഴത്തേക്ക് ഉടനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് വയ്ക്കണം, എന്താടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പേടിച്ചിങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് പറഞ്ഞേ, കണ്ടില്ലേ മോളെ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ തമ്മിൽ സന്തോഷമായിട്ടിരിക്കുന്നതേ ഇവക്ക് കണ്ടാൽ സഹിക്കില്ല. അതുകൊണ്ട് കണ്ടില്ലേ ഒളിഞ്ഞു നോക്കാനായിട്ട് അവൾ വന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണ, അമ്മ അത് എന്താടി, എന്തിനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിന്റെ കണ്ണടിക്കാനാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട്? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി പറഞ്ഞു, അമ്മ ചോറ് വയ്ക്കണ്ടേ? പിന്നെ വേണ്ടേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ചോറ് വയ്ക്കണമെന്ന്, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്? അമ്മ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി, പക്ഷെ ചോറ് വെക്കണം. പിന്നെ ഞാൻ വരണോ ചോറ് വയ്ക്കാനായിട്ട്? അതല്ലമ്മേ, ചോറ് വയ്ക്കണമെങ്കിൽ അരി വേണ്ടേ? അരിയില്ലാണ്ട് ചോറ് വയ്ക്കാൻ പറ്റില്ലല്ലോ. അമ്മ എന്നോട് അരിക്കലത്തിൽ തുടരുതെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് അമ്മ വന്നിട്ട് അരി എടുത്തതാ എന്നിങ്ങനെ പറയുന്നു. കണ്ടില്ലേ മോളെ ശ്രുതി, അവളുടെ അഹങ്കാരം കണ്ടില്ലേ? അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ? അരി എടുത്തു കൊടുക്കാനായിട്ട്. സച്ചി കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ അഹങ്കാരം ഇവൾ ഈ കിടന്ന് പറയുന്നത്. പോ, ഞാൻ വന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അതിനുശേഷം നമ്മുടെ ശ്രുതിയോട് പറഞ്ഞ, മോളെ ആൻറ്റി ഇപ്പം വരാം കേട്ടോ, എൻ്റെ പൊന്നു മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി താഴേക്ക് പോവുകയാണ്. താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രേവതിക്ക് നിൽക്കാൻ വയ്യ, പുള്ളിക്കാരത്തി ചുമയ്ക്കുന്നു, കിതയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നോക്കിയിട്ട് ഒരു അരിക്കല എടുക്കുകയാണ്, ഒരു സ്റ്റീലിൻ്റെ അരിക്കല ഇങ്ങോട്ട് എടുക്കുകയാണ്. എടുത്തിട്ട് അരി അതിനകത്തേക്ക് അളക്കുകയാണ്. അളന്നിട്ട് പിടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി അത് മേടിക്കുകയാണ്. പെട്ടെന്ന് ചോറ് റെഡി ആയിക്കൊള്ളണം കേട്ടല്ലോ. മേലെനിക്ക് വല്ലതും ചെയ്യടി, കുറേ അങ്ങ് തിന്നോല്ലോ,
നിനക്കെന്താ ശരീരം ആണെങ്കിൽ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി കയറി പോവുകയാണ്. ചന്ദ്രമതി പോകുമ്പോഴത്തേക്ക് പാവം രേവതി കരയാണ്. കരഞ്ഞ് ജോലികളൊക്കെ ചെയ്യാണ് രേവതി. അങ്ങനെ നമ്മുടെ രേവതി എന്താണ് എന്തൊക്കെയോ കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. രേവതി ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ചോറൊക്കെ വെച്ചു, കറികൾ വെച്ചു. ആ കറികളൊക്കെ പരിപ്പ് കറിയൊക്കെ വെച്ചു എന്ന് പറയുന്നുണ്ട്. അതെല്ലാം കൂടി എടുത്ത് ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് ഓരോരോ പാത്രത്തിലായിട്ട് കൊണ്ടുപോയി ഇങ്ങനെ അടച്ച് വെക്കുകയാണ്. പാവത്തിന് വയ്യ. അതിനുശേഷം നമ്മുടെ രേവതി നേരെ രേവതിയുടെ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിലേക്ക് പോയിട്ട് ഇരിക്കാൻ പോലും വയ്യ. അങ്ങനെ നമ്മുടെ രേവതി കിടക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയും മരുമകളും കൂടി എന്താണ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയണ്, അയ്യോ മോളെ വിശക്കുന്നുണ്ടല്ലോ, ഭക്ഷണമൊന്നും ആയില്ലേ? അവൾ അവിടെ ഇരുന്ന് നിരങ്ങുകയാണോ? ഇത്രയും നേരമായിട്ട് ഭക്ഷണമായിട്ട് അവളൊന്നും പറഞ്ഞില്ലല്ലോ, അവൾ വന്നില്ലല്ലോ, എന്താ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ എന്താണ് ചന്ദ്രമതി അവിടേക്ക് ശ്രുതിയോട് പറയണേ, മോളെ ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ ചന്ദ്രമതി നേരെ കിച്ചണിലേക്ക് വരികയാണ്. എന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് നോക്കുകയാണ്. പ്ലേറ്റുകളെല്ലാം പറക്കി വെച്ച് കലങ്ങളും പാത്രങ്ങളും ഒക്കെ പറക്കിയിട്ട് നോക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഒന്നും വച്ചിട്ടില്ല രേവതി. സംഭവം എന്താണെന്ന് വെച്ചാൽ വച്ച സാധനങ്ങളെല്ലാം രേവതി മറ്റൊരു പാത്രത്തിൽ പകർന്ന് എല്ലാം ടേബിളിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുകയാണ്. അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ കരിക്കലങ്ങളും പാത്രങ്ങളും എല്ലാം നമ്മുടെ രേവതി വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി നോക്കുമ്പോൾ ഒന്നും വെക്കാത്തതുപോലെ നമ്മുടെ ചന്ദ്രമതിക്ക് തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറയണം, ഇത്രയും നേരമായിട്ട് ഇവൾ എന്തെടുത്തോണ്ടിരുന്നു? അരി എടുത്തു കൊടുത്തിട്ട് അവൾ ഇതുവരെ ഒന്നും വച്ചില്ലേ? ഇന്ന് ഞാൻ അവൾക്ക് വച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രേവതി കിടന്ന് ഒന്നും മയങ്ങുകയാണ്. അപ്പോഴത്തേക്ക് മുറിയിൽ വന്നിട്ട് വയ്ക്കണം, എടി രേവതി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ രേവതി പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്നിട്ട് നോക്കണം, എന്താ അമ്മേ എന്താ? നീ ഇവിടെ വന്ന് കിടക്കുന്നോടി, നിന്നോട് ആഹാരം തയ്യാറാക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഒന്നും തയ്യാറാക്കഞ്ഞത്? നീ മനഃപൂർവ്വം എന്നെ പട്ടിണിക്കിടാൻ നോക്കുമല്ലേടി? എനിക്ക് വിശക്കുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നോട്? അപ്പോൾ ഉടനെ രേവതി പറയാണ്, അയ്യോ അമ്മേ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ ഉണ്ടാക്കി? അമ്മ എല്ലാം മേശപ്പുറത്തെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, എന്നിട്ട് നിനക്ക് എന്നോട് വന്ന് പറയാൻ തോന്നിയോടി? നീ ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് നീ ഒരു വാക്ക് വന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിശന്നിരിക്കണം, അതാണ് നിന്റെ മനസ്സിരിപ്പ്. നേരത്തെ നീ വന്ന് പറഞ്ഞില്ലല്ലോ. എത്രത്തോളം ഞാൻ വിശന്നിരിക്കോ അത്രത്തോളം നിനക്ക് നല്ലത്. നിനക്ക് വന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ എന്താണ് ചന്ദ്രമതി ചെന്നിട്ട് കൈലാസം ഇളക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതി നേരെ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയണ, മോളെ ശ്രുതി, മോള് വാ ഭക്ഷണം കഴിക്കാനായിട്ട്, ആൻറ്റി വിളമ്പിത്തരാം, എൻ്റെ പൊന്നു മോള് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ താഴേക്ക് ചെന്നതിന് ശേഷം നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒട്ടും എഴുന്നേക്കാൻ വയ്യ. പുള്ളിക്കാരത്തി എങ്ങനെയെങ്കിലും മെല്ലെയൊക്കെ എഴുന്നേക്കാണ്. താങ്ങി കൂട്ടിയൊക്കെ എണീച്ചിട്ട് അടുത്തിരിക്കുന്ന ആ ഒരു ജഗ് എടുക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട്. ഒരു ഗ്ലാസ് ഉരുപ്പുണ്ട്. അങ്ങനെ പുള്ളിക്കാരത്തി എത്തി വലിഞ്ഞൊക്കെ എടുത്തിട്ട് നോക്കുമ്പോൾ ഒത്തിരി പുല വെള്ളമാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ രേവതി കുടിക്കുകയാണ്. കുടിക്കുമ്പോഴത്തേക്ക് ദാഹമൊന്നും തീരുന്നില്ല. അങ്ങനെ ആ വെള്ളവും ജഗും എല്ലാം കൂടെ അങ്ങോട്ടങ്ങ് വെക്കുകയാണ് രേവതി. എന്നിട്ട് രേവതി നല്ല സങ്കടമാവുകയാണ്. കാരണം തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനുശേഷം ചന്ദ്രമതി പറയുന്ന ഓരോരോ വാക്കുകളായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്, ആഹാ എൻ്റെ പൊന്നു മോൻ വന്നോ? മോന് അവിടെ മാരുതി ഷോറൂമിൽ ഇരുന്നപ്പോൾ ഇവിടുത്തെ കറികളുടെ മണം കേട്ടിട്ടാണോ മണം അടിച്ചിട്ടാണോ മോൻ ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയണം, അത് അമ്മേ ഞാൻ ശ്രുതിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രമതി പറയണേ, എടാ കള്ള, നിനക്ക് അമ്മയ്ക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന് പറയാൻ തോന്നുന്നില്ലല്ലോ. എന്തായാലും എൻ്റെ മോൻ അവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയണ. കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ശ്രുതി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഓംലെറ്റ് എടുക്കുകയാണ്. ഓംലെറ്റ് എടുത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് ശ്രുതി. അപ്പോഴത്തേക്ക് ശ്രുതി പറയണത്, എനിക്ക് വേണ്ട, ശ്രുതി തിന്നാൽ മതി എന്നിങ്ങനെ പറയണത്. ശ്രുതിയാണെങ്കിൽ പറയുന്നു ശ്രുതി കഴിക്കുമെന്ന്. ശ്രുതി പറയുന്നു ശ്രുതി തിന്നാൽ മതി എന്ന് പറയണത്. അങ്ങനെ ഓംലെറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടി തർക്കമാവുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണത്, ഓ നിങ്ങൾ രണ്ടുപേരും തർക്കമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇങ്ങ് തന്നേരം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി മേടിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി പറയാണ്, ശ്രുതി നല്ല പരിപ്പേറി, ഈ പരിപ്പേറി ഒന്ന് കൂട്ടിയേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പരിപ്പേറി. അപ്പോൾ ആ സമയത്തിന് ചന്ദ്രമതി പറയണം, നോക്കിയാണ് ശ്രുതിയുടെ ഒരു സ്നേഹം കണ്ടില്ലേ ശ്രുതി മോളെ, നിന്നോട് എത്ര കരുതലായ്മന്, ഇങ്ങനെ തന്നെ വേണം ഭാര്യയും ഭർത്താവും ആണെങ്കിൽ. ദേ അവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒരു കള്ളൂടിയനും ഒരു പൂക്കാരിയും, അതിൻ്റെയൊക്കെ കാര്യം പറയാതിരിക്കുക നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ സമയത്തിന് കാറ് വരികയാണ്, നമ്മുടെ സച്ചിയുടെ കാറ് വരികയാണ്. അങ്ങനെ നമ്മുടെ സച്ചി കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്. അപ്പോൾ സച്ചി വിളിക്കുകയാണ്, രേവതി രേവതി രേവതിയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചന്ദ്രമതിക്കൊന്നും പിടിക്കുന്നില്ല, ചന്ദ്രമതി ഇങ്ങനെയൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുകയാണ്, രേവതി എന്തിയേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതിയോട്. അപ്പോൾ ചന്ദ്രമതിയാണ്, അവൾ എൻ്റെ ഹാൻഡ് ബാഗിൽ ബാങ്കല്ല ഹാൻഡ് ബാഗിൽ ഇരിപ്പുണ്ടടാ, പോയി എടുത്തോ എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരിപ്പിലിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയാണ്, ഭയങ്കര ഒരു കോമഡി, അത് കേട്ട് ചിരിക്കാൻ കുറേ വിഡ്ഢികളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ തട്ട് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ തലയിലായിട്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ആയി പോവുകയാണ്, ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ആവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്താണ്, ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഉടനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ ആൻറ്റി ഇത്, എപ്പോഴും എന്തിനാണ് ഇവനിങ്ങനെ ശ്രുതിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം എന്നിട്ട് ഇങ്ങനെ രേവതിയെ വിളിച്ചിട്ട് ഉടനെ നമ്മുടെ സച്ചിയങ്ങ് മേലോട്ട് കയറി പോവുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയണേ, എൻ്റെ മോളെ എന്ത് പറയാനാണ്, അവനെ ഇനി നമ്മൾ വിചാരിച്ച നേരെ ആക്കാനൊന്നും പറ്റില്ല, അതങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ മുറിയിലേക്ക് നമ്മുടെ സച്ചി ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ അവശതയോടുകൂടി ഇങ്ങനെ കിടക്കുന്നത് കാണുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അടുത്ത് നിന്നിട്ട് ചോദിക്കണേ, രേവതി എന്താ രേവതി, നീ എഴുന്നേറ്റില്ലേ ഇത്രയും നേരമായിട്ട്? എന്താ നിന്റെ മുഖം കണ്ടിട്ട് എന്താ ഒരു വല്ലായ്മ ഉണ്ടല്ലോ, എന്താ നിനക്ക് സുഖമില്ലേ, പനിയുണ്ടോ രേവതി എന്നും പറഞ്ഞിട്ടൊക്കെ തൊട്ട് നോക്കുകയാണ്. പനിക്കുന്നതൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ പറ്റിയത്, നിനക്ക് നല്ല അവശതയുണ്ട്. അപ്പം രേവതി എന്നും പറഞ്ഞ് ഇങ്ങനെ ചുമക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ, ചുമക്കുന്നുണ്ടല്ലോ, എന്താ രേവതി, എന്താ പറ്റിയത്? അപ്പോൾ രേവതി പറയണ, ഒന്നുമില്ല, എനിക്കൊന്നുമില്ല. അല്ലല്ല, അങ്ങനൊന്നുമല്ല, നിനക്ക് എന്തോ ഉണ്ട്. എന്താ പറ്റിയ രേവതി, പറ രേവതി, ആശുപത്രി പോകണോ നിനക്ക്? അപ്പോൾ രേവതി പറഞ്ഞു, വേണ്ട, അതൊക്കെ അങ്ങ് പൊയ്ക്കോളും, എനിക്ക് ദേഹം നല്ല വേദനയുണ്ട്, ചുമയുണ്ട്. എന്നാലും രേവതി, നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് മാത്രമല്ല, പറ രേവതി, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, വാ രേവതി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പം രേവതി പറഞ്ഞു, വേണ്ട, എങ്ങും പോണ്ട, നീ എന്തെങ്കിലും കഴിച്ചോ രേവതി? അപ്പം രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പം സച്ചി പറഞ്ഞു, ഇല്ല അല്ലേ, നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ രേവതി, നീ ഉണർന്ന വായോടുകൂടിയല്ലേ അമ്പലത്തിൽ ഉരുളാനായിട്ട് പോയത്, എന്നിട്ട് വന്നിട്ട് ഈ സമയം വരെ നീ ഒന്നും കഴിച്ചില്ലേ, നിന്നെ ആരും വിളിച്ചൊന്നും തന്നതും ഇല്ലേ രേവതി എന്നിങ്ങനെ പറയുമ്പോൾ രേവതി ഒന്നിനും മറുപടിയില്ല. അപ്പോൾ സച്ചി പറയണ്, എല്ലാ എണ്ണവും കൂടെ നിരന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അവരെന്താ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സച്ചി പറയണേ, നിനക്ക് വെള്ളം തരാം ഞാൻ എന്ന് പറഞ്ഞിട്ട് ജഗെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളമല്ലോ ഒന്നുമില്ല. അപ്പോൾ സച്ചി പറയണ, ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് വയ്യാണ്ട് കിടന്നിട്ട് തരാൻ ഈ വീട്ടിൽ ആരും ഇല്ലേ, എത്ര പേരുള്ളതാ ഈ വീട്ടിൽ, എന്താ അവർ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജഗ് എടുത്തിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ രേവതി പറയുന്നത് പോവണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. സച്ചി ചാടിപ്പറിച്ച് താഴേക്ക് എത്തുകയാണ്. അങ്ങനെ താഴെ എത്തിയ ഉടനെ നമ്മുടെ ചന്ദ്രമതിയൊക്കെ ഇരുന്ന് ഉണ്ണുകയാണ്. അപ്പോൾ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, ഈ വീട്ടിൽ നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, അവിടെ രേവതി വയ്യാണ്ട് കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നിങ്ങൾക്ക് ആർക്കും മനസ്സ് വന്നില്ലേ, നിങ്ങളെല്ലാം നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അവളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോലും നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ, സുഖമില്ലാതെ ഇരുന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഒന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയാണ്, നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കലല്ല ഇവിടെ ബാക്കിയുള്ളവരെ പണി, പിന്നെ അവൾക്ക് സുഖമില്ലെങ്കിൽ നീ പോയി മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിലേ നീ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലാതെ മറ്റുള്ളവരെ മെക്കിട്ട് കയറാനായിട്ട് വരരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാണ്, ഡാ സോഡാ കുപ്പി നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്ന് പറഞ്ഞിട്ട് പറയുവാണ്. എടാ നിന്റെ ഭാര്യയ്ക്ക് വയ്യാതിരുന്ന നീ ഇത് പറയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ശ്രുതിയോട് ചോദിക്കണം, നിങ്ങളൊരു സ്ത്രീയല്ലേ, അവൾ ഇത്രയും വയ്യാതെ നടന്നിട്ട് നിങ്ങൾക്കെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രമതിയോട് പറയുകയാണ്, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഈ സ്വഭാവത്തിന് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചി ആകെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയാണ്, മതിയടാ നിർത്ത്, നിന്റെ അഹങ്കാരം നിർത്ത്, നിന്റെ സംസാരം നിർത്ത്, എന്തിനാ നീ കിടന്ന് തിളച്ച് മറിയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുകയാണ്, നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, അവളിവിടെ വയ്യാതെ കിടന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ശകലം വെള്ളം കൊടുക്കാൻ പോലും തോന്നിയില്ലല്ലോ, പിന്നെ സംസാരിക്കുന്നു
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആകെ വയലൻ്റ് ആവുകയാണ്. എന്നിട്ട് സച്ചി നേരെ വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ മേലോട്ട് ചെല്ലുകയാണ്. മേലോട്ട് ചെന്നില്ല, വെള്ളമൊക്കെ എടുക്കുകയാണ്, രേവതിക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുകയാണ്. അങ്ങനെ രേവതി ആണെങ്കിൽ ഈ സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് മുറിയിലിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അങ്ങനെ രേവതി മുറിയിൽ ഇങ്ങനെ സച്ചി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ താഴെ നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തും ശ്രുതിയോടും ഇങ്ങനെ വാദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ അടുത്ത് ധീരന എന്ന് പറഞ്ഞൊരു BGM വരെയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ചന്ദ്രമതിക്ക് വിട്ട് 2 പൊട്ടിക്കണമെന്ന് തോന്നിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.